അപ്പോൾ നമുക്ക് ഈ ചാർട്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു. കാരണം കമ്മ്യൂണിറ്റിക്കകത്ത് ഇട്ടിട്ട് അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ പ്രൈസ് ആക്ഷൻ്റെ കാര്യം മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കെല്ലാവർക്കും സംസാരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ഓരോ ചാർട്ടൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ എല്ലാവരുടെയും കണ്ണിപ്പെടാത്ത ചാർട്ടുകളൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്കിതിലോട്ട് വരാം. അപ്പോൾ നമുക്കിതറിയാം, ചെറിയൊരു ഡൗൺ ട്രെൻഡ് പോലെ നമുക്കിതിനകത്ത് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ചാർട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു 2006 തോന്നുന്നു. 2006 ഒക്ടോബർ റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പം നമുക്കിതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇതാ ഇവിടെ ഒരു ഡൗൺ മൂവ്മെൻറ്റിലാണ് ഈ ഒരു ചാർട്ട് തുടങ്ങിയൊരു സമയം മുതൽ തന്നെ. കാരണം അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ഒരു കാര്യമില്ലാതെ നമ്മളിപ്പോൾ ഇവിടെ ചാടി കയറി വരുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസും വെച്ചില്ല ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര നാൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ കൈപ്പെട്ടു പോയേനെ. ഇത് കയറും എന്നൊക്കെ പറഞ്ഞാൽ എത്ര കൊല്ലമാണെന്ന് ആലോചിച്ച് നോക്കിയേ. 2006 മുതൽ ഒരു 2020 വരെ. അപ്പോൾ അതാണ് എപ്പോഴും പറഞ്ഞത്, ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ബൈ ചാൻസ് നമ്മളിപ്പോൾ ഇച്ചിരി ഹൈലെടുത്തെന്ന് പറഞ്ഞാലും ഒരുപാട് കാലം പെട്ടുപോകത്തില്ല. എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് കൂടി കയറുന്ന പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ വ്യൂവിന് ഓപ്പോസിറ്റ് പോയാൽ, പിന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് രക്ഷിച്ചോളും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഞാൻ സൂം ചെയ്യാം. ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വരയ്ക്കുക. ഇത് കണ്ടോ, ഇവിടെ നല്ലൊരു വോളിയത്തോടു കൂടി ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ മുകളിലോട്ടുള്ളൊരു ചാർട്ടാണത്. പിന്നെ ഒരു ഡൗൺ ട്രെൻഡ് ഈ ഒരു ഏരിയ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ മൊത്തം മുകളിലോട്ടുള്ളൊരു പോക്ക് തന്നെയാണ് നടക്കുന്നത്. അപ്പം ബാക്കി എന്താ നടക്കുന്നത്, ഏത് പുതിയൊരു എൻട്രി ഉണ്ടോ ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് എൻ്റെ ആയിട്ടൊരു റിവ്യൂ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റി വരും, നീല കളർ കൊടുക്കുക. നീലയാണല്ലോ ക്ലിക്ക് ചെയ്തത്, ഇതേതാ. അപ്പം നമുക്ക് കണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഇങ്ങനെ വരച്ചു. പിന്നെ നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്ക് കണ്ട് ഇങ്ങോട്ടൊരെണ്ണം വരയ്ക്കാം. അപ്പോൾ ഒരു സപ്പോർട്ടായി, റെസിസ്റ്റൻസായി. പിന്നെ ബാക്കിയുള്ളൊരു കാര്യം കൂടെ നമുക്കിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് വേറെ കളർഫുള്ളാക്കാം. ഇവിടെ നമുക്ക് കണ്ട് ഇങ്ങോട്ടൊരെണ്ണം വരയ്ക്കാം. അപ്പം ഈ ഒരു റെസിസ്റ്റൻസും നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നേതാ ദിവസം, ഇന്ന് വ്യാഴാഴ്ചയല്ലേ. അപ്പോൾ നാളെയും കൂടെ കഴിഞ്ഞാൽ നമുക്കത് നാളെയും കൂടെ ആയാലേ കൺഫേം ആക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുകളിൽ വരെയുള്ളൊരു പോക്ക് കണക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ വരെ ഈ ഒരു ഏരിയ വരെ എത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒന്നും 100% ഗ്യാരണ്ടി ഇല്ല. അത് സത്യം തൊട്ട് തന്നെ തുറന്നു വരുന്നത്. ഇപ്പോൾ ആരിപ്പം ഞാനിപ്പോഴും പറയുന്ന കാര്യം, ഒരിക്കലും 100% സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു അതില്ല. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നിന്നൊരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഈ ഒരു ഏരിയ വരെ നമുക്കൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഇത്രയും പോയിൻറ്റിലുള്ള നമുക്ക് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അത് കിട്ടും. പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് എപ്പോഴും നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ താഴേന്ന് വാങ്ങിച്ചിട്ടൊന്നും ഇപ്പോൾ വിൽക്കുകയൊന്നും വേണ്ട. കാരണം ഒരു സേഫായിട്ടുള്ളൊരു സ്പോട്ടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇങ്ങനെ തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്നവരൊക്കെ ഒരു ചെറിയൊരു വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസോടുകൂടി മാത്രം ഒരു എൻട്രി എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ച് തന്നെ അത് വിട്ടു തരുന്നു. അല്ല നമ്മളിങ്ങനെ പറഞ്ഞ് കോള് പോലെ തരുമല്ലേ. കാരണം നിങ്ങളുടെ ഒരു ഐഡിയ. അപ്പം ആലോചിക്കുക, നിങ്ങൾ എൻട്രി എടുക്കുക, ലാഭം ഉണ്ടാക്കിയാലും നഷ്ടം ഉണ്ടാക്കിയാലും എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ളൊരു അത് തന്നെയായിരിക്കും. അപ്പം നിങ്ങളുടെ പൈസ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യുക. ഒറ്റ ഷോട്ടിലെല്ലാം കൂടെ പൈസ ഒരെണ്ണത്തിനകത്ത് ഇടാതെ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോസ് വന്നാൽ പോലും നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലുള്ള സ്റ്റോപ്പ് ലോസിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാനത് ചെറുതാക്കി ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.